ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് 1 kg വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡിസൈൻ കണ്ടാലോ. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈനായിരുന്നു. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വൈഫ് ഓർഡർ ചെയ്തിട്ടുള്ള കേക്ക് ഓർഡറായിരുന്നു ഇത്. അപ്പോൾ കസ്റ്റമർ ഡിസൈൻ അയച്ചു തന്നിട്ട് നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞ് നമുക്കങ്ങനെ നമ്മളെല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് എല്ലാം ഓക്കെ ചെയ്ത് കസ്റ്റമർ പേയ്മെൻറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പം കാണാം മെസ്സേജ്, കേക്ക് ചെയ്യണം തുടങ്ങാമെന്നൊക്കെ രാവിലെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം കാണാം മെസ്സേജ് കിടക്കുന്നു. ഉച്ചയാകുമ്പോഴത്തേക്ക് കറണ്ട് ആകെ ടെൻഷനായിപ്പോയി. ദൈവമേ, എങ്ങനെ കേക്ക് സെറ്റ് ചെയ്യും? കറണ്ട് പോയി കഴിഞ്ഞാൽ കേക്ക് സെറ്റാവോ? അങ്ങനെ ആകെ വിഷമിച്ച് ഞാൻ പിന്നെ പെട്ടെന്ന് കറണ്ട് പോകുന്നതിന് മുമ്പ് കേക്ക് സെറ്റ് ചെയ്തെടുക്കണമെന്നുകൊണ്ട് വേഗം കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ബേക്ക് ചെയ്യാൻ എല്ലാം എടുത്തപ്പം കാണാം റെഡ് വെൽവെറ്റ് കേക്കിന് കൊടുക്കാനുള്ള റെഡ് കളർ തീർന്നു. പിന്നെ ഞാൻ വേഗം ഷോപ്പിൽ പോയി റെഡ് കളറൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്ന് കേക്കൊക്കെ ബേക്ക് ചെയ്ത് ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റൊക്കെ ആയി നമ്മൾ ഫൈനൽ കോട്ടും ചെയ്ത് പിന്നെ നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന ഡിസൈനിൽ ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ ആയിരുന്നു. നമുക്ക് പിന്നെ കസ്റ്റമർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ റെഡും ബ്ലാക്കിലും ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ക്രീമിൽ റെഡ് കളറും കൊടുത്ത് അത് പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാലറ്റ് വെച്ച് ഡിസൈനും കൊടുത്തു. അതിനുശേഷം നമുക്ക് മുകളിൽ കുറച്ച് ഗോൾഡൻ കളർ വരണം അതിന് സൈഡിൽ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് അങ്ങനെ അത് ഒരു ബ്രഷ് വെച്ച് സൈഡിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റൈറ്റിംഗ് എഴുതി ഫോണ്ടന്റിൽ താഴെ റൈറ്റിംഗ് എഴുതാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈറ്റ് ഫോണ്ടന്റിൽ ബ്ലാക്ക് കളർ വെച്ച് റൈറ്റിംഗ് ഒക്കെ എഴുതി കൊടുത്ത് പിന്നെ ഹസ്ബൻഡ്, സണ്ണ്, ഡാഡ് അങ്ങനെ എഴുതാനാണ് കസ്റ്റമർ പറഞ്ഞത്. അങ്ങനെ അത് നമ്മൾ ബ്ലാക്ക് കളറിൽ ഫോണ്ടന്റിൽ ബ്ലാക്ക് കളർ മിക്സ് ചെയ്ത് ഫോണ്ടന്റിൽ അങ്ങനെ ബ്ലാക്ക് കളറിൽ അതും സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ലവ് ഹാർട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് കളറിൽ കുറച്ച് ഹാർട്ട്സും സെറ്റ് ചെയ്തെടുത്ത് നമ്മുടെ കേക്ക് നമ്മൾ സമയത്തിന് ഫിനിഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ടെൻഷൻ അടിച്ചതുപോലെ കറണ്ടൊന്നും പോയില്ല. നമ്മുടെ ഭാഗ്യം കൊണ്ട് കറണ്ടൊന്നും പോയില്ല. നമുക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ കുറച്ച് ഹാർട്ടൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ വെച്ച് നമ്മുടെ കേക്കോട് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന ഡിസൈൻ നമ്മൾ ലാസ്റ്റിൽ പിൻ ചെയ്തേക്കാം. നമ്മുടെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതായിരുന്നു നമുക്ക് കസ്റ്റമർ തന്ന ഡിസൈൻ. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.